ചേച്ചിയുടെ മുഖത്ത് നോക്കി ഞാൻ ഡയലോഗ് പറയാം. ഇതല്ല, ഇതിലും വലുതും ചാടിക്കിടന്നതാ. ഈ കാണുന്ന ഞാനൊന്നും അല്ല ഞാൻ. ഇപ്പം നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ബുക്കിന്റെ അരികൊക്കെ നല്ല വൃത്തിക്കിരിക്കും. അല്ല, നമ്മൾ ബുക്ക് ഒരിക്കലും തുറക്കുന്നില്ല, എന്നിട്ട് പോലും നമ്മുടെ ബുക്കെല്ലാം ഇങ്ങനെ ചുരുണ്ട്. അത് എനിക്ക് അറിയില്ല ചേച്ചി അത് എങ്ങനെയാണെന്ന്. വീട്ടമ്മമാര് ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നവരില്ലേ, നമ്മൾ പറയും എന്നോ സുഖമാണെന്ന് പറയും. നേരം വിളക്കുമ്പോൾ തൊട്ട് പാതിര വരെ അവർക്കും പണിയാ. നമ്മളത് കൂടുതൽ ചെയ്യുന്നില്ല. അത് നമ്മുടെ വീട് കാണുമ്പോൾ അറിയാം. നല്ല വീട്ടമ്മയാണെന്ന് പേരെടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല വീട്ടമ്മ മാത്രമേ ആകാൻ പറ്റുള്ളൂ, അല്ലേ? അതത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല വീട്ടമ്മ എന്നുള്ള പേരൊക്കെ കിട്ടും. എന്റെ മനസ്സിലാകെ ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു, സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് കൃഷി ചെയ്യാന്നുള്ളത്. അത് സാധിച്ചു. ഇനിയിപ്പം ഈ മറ്റേ ഷീറ്റ് കെട്ടി കിടന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, കാരണം ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു ഈ കടന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് അതല്ലേ പറയാനുള്ളൂ. ഇപ്പൊ എല്ലാരും ചോദിക്കുമോ ചേച്ചി എന്നാ സിമ്പിളാ, അല്ല എന്നാ നിഷ്കളങ്കമാ എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതം ഇത് തന്നെയല്ലേ. ഇതൊക്കെ എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. കാര്യമായിട്ട് പരീക്ഷിച്ചതാണോ? കറി വെക്കണോ ബോയിൽ ചെയ്യണോ അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവരാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ച ആളുകൾ. സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇവിടം വരെ, ഈ നിൽക്കുന്ന സ്ഥലം വരെ എത്തിച്ചത് ഈ വിത്തുകളാണ്. ബിൻസി ചേച്ചിയുടെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ മറ്റേ ഞാൻ വന്നു എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ എത്തേണ്ടി വരും. ഓക്കെ, നമ്മൾ ഇത് വെച്ചിട്ട് ഇനി പെട്ടെന്ന് ഞങ്ങൾ ഇച്ചിരി കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കഞ്ഞി തേങ്ങ പൊതിക്കുന്നോ? ഞാൻ തേങ്ങ വേണ്ട ചേച്ചി, ഉണ്ടെങ്കിൽ എടുക്കാം. ഇതാണ്. ഓക്കെ, എന്നെ കഞ്ഞിക്ക് എന്നെ ചേച്ചി കറി? മോര് കറി ഇരിപ്പുണ്ട്. കഞ്ഞി പഴങ്കഞ്ഞിയാട്ടോ. പഴങ്കഞ്ഞി ഇല്ല, ഒരു കുഴപ്പമില്ല. പഴങ്കഞ്ഞി ഈ തക്കാളിക്ക വെച്ചിട്ടേ നമുക്കൊരു ചേച്ചി ഉണ്ടാക്കും. ഉണക്കമീനും തക്കാളിക്കായും കൂടെ ചേച്ചി ഉണ്ടാക്കി തരും. പീര വെക്കാം. അങ്ങനെയാണ് എനിക്കറിയാവുന്നൊരു പണി ചെയ്യാം. ഉള്ളിയും വറ്റൽമുളകും ഉണ്ടോ? വറ്റൽമുളകും വെച്ചിട്ട് മുളക് ഞാൻ ഉണ്ടാക്കിക്കോളാം. ഓക്കെ, ഏതാ നമ്മള് മുകളിൽ കണ്ടില്ലേ സ്ഥലം, നമ്മള് അതിനു വേണ്ടിയിട്ടായത്. പിന്നെ നമുക്ക് ഉള്ളി, കവർ എടുക്കണം. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതെ, പഴമൊക്കെ ഉണ്ട് ചേച്ചി. ഇത് മൈസൂർ പൂവല്ലേ? കഴിഞ്ഞ ദിവസം അല്ലേ എന്റെ അമ്മൂമ്മ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊക്കെ എടുത്ത് കഴിക്ക്. പഴവാ, അതെടുക്കാനാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് എന്നതാന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. ഈ വാഴയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ അതിന്റെ മൂട്ട പോലെ ഉണ്ടാവും. പഞ്ഞമ്പരത്തി എന്നൊക്കെയാ പറയുന്നേന്നാ പറയുന്നത്. ചേച്ചി ഞങ്ങള് ജസ്റ്റ് ഒന്ന് അടുക്കളയിലോട്ട് കയറിയപ്പോ ഇത്രയും സാധനം എനിക്ക് തന്നതാ. സ്നേഹം കൊണ്ട് ചേച്ചി തന്നതാ. അല്ല ചേച്ചി, ഞാൻ കട്ടെടുത്തതല്ല, സത്യം. അറിയാമോ ചേച്ചി ഇത് തന്നപ്പോ എനിക്ക് സ്നേഹത്തോടെ ഒരാൾ ഗിഫ്റ്റ്, ഷിനി എന്ന് പറഞ്ഞിട്ട് ഈ നൈറ്റിയൊക്കെ തന്ന ഷിനി എനിക്ക് ഗിഫ്റ്റ് തന്നതായി. ഇനി ഞാൻ ചേച്ചിയുടെ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ഈ ഹെയർ ഉണ്ടോ, ഞാൻ ഇത് ഇങ്ങനെയല്ല എൻ്റെ ഹെയർ. ഇതും എനിക്ക് വേണ്ടി എന്നോട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാള് എൻ്റെ ഹെയർ ഫുള്ള് മൊട്ടക്സ് ചെയ്ത് തന്നു. ഇട്ടേക്കുന്ന ഈ ഡ്രസ്സും ഒരാള് ഗിഫ്റ്റ് തന്നത്. അതായത് ഞാൻ ഇപ്പഴാ ചേച്ചി, ഞാൻ ചേച്ചിയോട് അത് പറയാൻ കാണും. ഇപ്പൊ ചേച്ചി ഇപ്പൊ നമ്മളൊക്കെ ചെയ്ത് നമ്മളോടൊരു ആളുകൾക്കുള്ളൊരു ഇഷ്ടമില്ലേ, അതൊരു പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഡ്രസ്സ് എടുത്ത് തന്ന കുഞ്ഞുണ്ടല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല എന്നെ. ഈ കോട്ടയം ടൗണിൽ കൂടെ കഞ്ഞിക്കുഴി അല്ല പുതുപ്പള്ളിയില് എന്റെ കയ്യിൽ പിടിച്ച് കൊച്ചു പിള്ളേരെ ഓരോരുത്തരുടെ സ്നേഹം. അങ്ങനെ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാ കേട്ടോ, ഞാൻ മേടിച്ചതല്ല. എന്താണ് ചേച്ചി ഇത് തന്നത്? പക്ഷെ ശരണ്യെ കണ്ടപ്പോ തോന്നി, നിങ്ങൾ ഒരുപാട് ഇത് ചെയ്യുന്നതല്ലേ, പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസം. അപ്പൊ ഇനി കേട്ടസി വെക്കും. കേട്ടസി മുഴുവൻ ചേച്ചിയുടെ. നമുക്ക് സമയമില്ല, നമുക്കിത് ഇവിടെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഉണക്കമീൻ എടുക്കണം. ഇതാണ് ചേച്ചിയുടെ ഫേമസ് ഇത് കേട്ടോ, അല്ലേ ചേച്ചി? അതെ, നമ്മുടെ ഫേമസ്. ഞാൻ പൊക്കിട്ട് പണ്ട് അതൊക്കെ കാണുമ്പോഴേ ഒരുപാട് പഴയ ഉറി ഉണ്ടായിരുന്നു. ഇത് മുള്ളനാണോ? മുള്ളൻ നമുക്ക് എല്ലാവർക്കും വേണ്ട ചേച്ചി? വേണം. കഞ്ഞി ചൂടാക്കാൻ വെക്കണ്ടേ നമുക്ക്? വേണം. അയ്യോ, തീ ചേച്ചി എത്ര വേണമെന്നുണ്ടോ? വേണം, അല്ലെങ്കിൽ ഒത്തിരി വെച്ച വൈകുന്നേരത്തേക്കും കൂടെ ഇരിക്കും. ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ഇതുണ്ട്. അതായത് നമുക്ക് കറിക്കെടുക്കാനുള്ള പുളിയൊക്കെ ഇതിന്റെ മുകളിലാണ് ഉള്ളത്. പുളി, മറ്റേ ഉണക്ക പുളി. ഈ പുളിയെ പണ്ട് ചേച്ചി ഉണ്ടല്ലോ, സ്കൂള് വിട്ട് വരുമ്പോ ഉണ്ടല്ലോ നനയുവല്ലേ പുസ്തകമൊക്കെ, ഞാനിവിടെ വെക്കും ചേച്ചി. പിറ്റേ ദിവസം പണ്ട് കവറിനകത്തൊക്കെ അല്ലേ നമ്മൾ കൊണ്ടുപോകുന്നേ. അല്ല, എനിക്ക് ബാഗ് ഉണ്ടെന്ന് പറഞ്ഞാല് ഞാൻ സൂക്ഷിക്കാത്ത ഒരു പെങ്കൊച്ച. ഞാൻ ബഹളി ആയതുകൊണ്ടാണല്ലോ ബുക്കിന്റെ അരികൊക്കെ ഇങ്ങനെ മടങ്ങിയിരിക്കും. അതല്ല ഇവിടെ വെക്കുന്നിട്ട് മണം. നമ്മള് പഠിക്കാനൊക്കെ ഭയങ്കര മണ്ടന്മാരാണല്ലോ. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുടെയൊക്കെ ബുക്കിന്റെ
അരികൊക്കെ നല്ല വൃത്തിക്കിരിക്കും. നമ്മൾ ഈ ബുക്ക് തുറക്കാറേ ഇല്ല. തുറന്നോ ഇല്ലയോന്ന് അറിയാൻ ഒറ്റക്കാണ് ആ ബുക്ക് തുറന്നാ അറിയാം. ആ പേജിൽ മുഴുവൻ ചിത്രപ്പണി കാണും. അല്ല, നമ്മൾ ബുക്ക് ഒരിക്കലും തുറക്കുന്നില്ല, എന്നിട്ട് പോലും നമ്മുടെ ബുക്കെല്ലാം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട്. അത് എനിക്ക് അറിയില്ല ചേച്ചി അത് എങ്ങനെയാണെന്ന്. ഇതല്ലേ ചേച്ചി നമ്മുടെ കഞ്ഞി? കഞ്ഞി അതെ. ആ എടുക്കാം. നമുക്ക് അടുപ്പിൽ തീ കത്തിച്ച് വെച്ചാലോ? അന്ന് അടുപ്പിൽ വെക്കാം. ഈ അടുപ്പിൽ. ഓക്കെ ചേച്ചി എന്നത് അരിഞ്ഞോ? ഞാൻ ഞാൻ രാവിലെ തീ കത്തിച്ചില്ല. നിങ്ങൾ നേരം വിളിക്കുന്നതിന് മുന്നേ വന്നില്ലേ? ഒരാളുടെ വീട്ടിൽ വന്ന് അവർക്ക് വീഡിയോ ആയിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി കൂട്ടിയാനെ. ഇത് മറ്റേ ഇത് കല്ലമ്പഴമാണല്ലേ? ആ, അത് നമുക്കും ഒരു അപ്പച്ചൻ തന്നതാ. വേണ്ട ഞാൻ വരാം ചേച്ചി. മറ്റേ സൂത്രം ഇല്ലേ ചേച്ചി? ഏതാ? ചെറിയ ചെറിയ ഇത് ചാര ഇതിനകത്തേക്ക് തന്നെയാണോ ചേച്ചി ഇടുന്നേ? അതോ തൽക്കാലം അവിടെ ഇട്ടോ, ഞാനത് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അവിടെ നമ്മള് മറ്റേ ചട്ടി എടുത്ത് വെക്കുവേ, മറ്റേ കറിപ്പാത്രത്തിലൊക്കെ. ഞാനത് അന്നേരം പിന്നെ ഇതിന്റെ അല്ല നമ്മളെങ്ങനെയാണെന്നറിയോ, തലേന്ന് കഞ്ഞിയൊക്കെ വെക്കൂലേ? കഞ്ഞിയൊക്കെ വെച്ചിട്ട് രാവിലെ എണീറ്റിട്ട് ചാരം വാരിയിട്ട് ഈ ചാരത്തിലാണല്ലോ മറ്റേ ചട്ടിയൊക്കെ കഴുകുന്നേ. അപ്പൊ നമ്മള് കാണിക്കുന്നതെന്ന് വെച്ചാ കൂട്ടത്തിലുള്ളൊരു ചട്ടിക്കകത്തേക്ക് ഈ സാധനം അങ്ങ് സെറ്റ് ചെയ്യും. വാരി വെച്ച് സാധനം. അയ്യോ വീടല്ലേ? ആഞ്ഞിലിയാണെന്ന് തോന്നല്ലേ? അല്ല ചേച്ചി? നിക്ക്, കത്തിക്കാം. എല്ലാം പിന്നെ ഞാൻ ചെയ്തോളാം. അല്ല ഞാൻ ഒത്തിരി നാളായി ചേച്ചി ഇതൊക്കെ ചെയ്തിട്ട്, മനസ്സിലായോ? മറ്റേ ഇതൊക്കെ ചെയ്തിട്ട് ഒത്തിരി നാളായി. നമ്മുടെ ചെറുതിലെ എന്ത് തീപ്പെട്ടി. ഞാൻ പേപ്പർ എടുത്തോണ്ടിരാ. വേണ്ട ചേച്ചി. ചേച്ചി ആ കഞ്ഞിക്കലം മൊത്തത്തിൽ വെക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും കഴിക്കണ്ടേ? വേണം. പേപ്പർ വേണ്ടേ? വേണ്ട ചേച്ചി. പേപ്പർ വേണേ തരാം. വേണ്ട ചേച്ചി, ഇത് കത്തിക്കോളൂ. കത്താതെ എവിടെ പോവാനാ? ചേച്ചി ഇതിനകത്ത് മറ്റേ വളയം വെക്കുന്നില്ലല്ലോ? ഇല്ല, ചുമ്മാ വെക്കുക. ഇതങ്ങ് വെച്ചിട്ട് മീൻ നന്നാക്കാൻ പോവാം. ചേച്ചി ഇവിടെ വിറകിനൊന്നും പഞ്ഞമില്ലല്ലോ? വിറകൊക്കെ ഉണ്ട് ഇപ്പൊ ആയതുകൊണ്ടുണ്ടേ. നമ്മൾ ഈ എരമ്പെല്ലാം ഇറക്കിയില്ലേ, മരമെല്ലാം വെട്ടിയില്ലേ? കത്തട്ടെ. കത്തിയിട്ട് നമുക്ക് അവിടെ കത്തിന്ന് ചേച്ചിയുടെ അടുത്തേക്ക് പോകാം. ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ ചേച്ചി, വിറക് എന്ന് പറയുന്ന റബ്ബറാ. എവിടെയെങ്കിലും റബ്ബർ മരം വെട്ടിയാല് എനിക്ക് കലിപ്പ. കാരണം നമ്മളെ വിളിച്ചോണ്ട് അമ്മ പോകും. റബ്ബർ ഞങ്ങൾക്ക് അവിടെ ഹെലിബറിയയിൽ അങ്ങനെയായിരുന്നു. തേയില ആ കുറ്റി അല്ലേ? പക്ഷെ അത് നന്നായിട്ട് കത്തും തോന്നുന്നു. റബ്ബർ നിന്നങ്ങ് ആളി കത്തും. ഇത് നിക്കത്തില്ല, നിക്കാതെ അങ്ങ് ആളി കത്തും അല്ലേ? റബ്ബർ പെട്ടെന്ന് കത്തിത്തീരും. അയ്യോ അവിടെ തീ കെട്ടക്കി പിടിച്ചിട്ടുണ്ട്. ചെന്ന് അടുപ്പിൽ വെക്കട്ടെ ചേച്ചി. ഓക്കെ, തീ പിടിച്ചിട്ടുണ്ട് ചേച്ചിയെ. മനസ്സിലായോ? എനിക്കൊക്കെ തീ പിടിപ്പിക്കാൻ അറിയാം. പണിയെടുക്കുന്ന കൊച്ചാണെന്ന്. കഞ്ഞിക്കലച്ചിരി വെയിറ്റ് ഉണ്ട്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ. എന്നത്? തീ പിടിപ്പിച്ചെടുക്കുവോന്നേ. എന്റെ പൊന്ന് ചേച്ചി, അതാ ഞാൻ പേപ്പർ വേണോന്നൊക്കെ ചോദിച്ചേ. ചേച്ചിയുടെ മുഖത്ത് നോക്കി ഞാൻ ഡയലോഗ് പറയാം. ഇതല്ല, ഇതിലും വലുതും ചാടിക്കിടന്നതാ. ഈ കാണുന്ന ഞാനൊന്നും അല്ല. ഞാൻ എല്ലാത്തിലും മിടുക്കരായിരിക്കണം. നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല ചേച്ചി. ചെല്ലുമ്പോ ആരും മാറ്റി നിർത്തരുത്. നമുക്കൊരു ഓപ്ഷൻ ഇല്ല വേറെ. നമ്മുടെ വീട്ടില് ഇത് നമ്മളൊക്കെ തന്നെയാണല്ലോ, വേറെ ഒന്നിനും ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. വാക്കത്തി ഉണ്ടോ? വാക്കത്തി എവിടെ ഇരിക്കുന്നത്? കാരണം കത്തിയൊന്നും ഇല്ല. വാക്കത്തി എടുക്കും. ഞാൻ വാക്കത്തി തന്നെ വെട്ടിയിട്ടാണ്. കത്തി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജെറിന് എവിടെയെങ്കിലും പെരുമാറിയിട്ട് ജെറിനിങ്ങനെ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ജെറിന്റെ മുറി കാണിക്കാൻ ഞാൻ കേട്ടോ. അയ്യോ ദൈവമേ, എങ്ങനെയാണ് കിടക്കണേന്ന് അറിയത്തില്ല. അത് കുഴപ്പമില്ല ചേച്ചി. ഞാൻ മക്കളുടെ കാര്യം ചോദിക്കാനായി വരുന്നത്. ചേച്ചി എന്നോട് ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോഴേ എന്നോട് ചേച്ചി പറഞ്ഞായിരുന്നു, ഇതിന്ന് പഠിപ്പിച്ചിട്ടാ മക്കളെ റെഡിയാക്കി. അതെ ഇതിന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ ഹെൽപ്പ് ലയവല്ല വീടായിരുന്നു. വീട് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ താമസിച്ച സ്ഥലത്ത് ഹെലിബറിയ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ആണ്. അവിടെ ലയവും കൂടെ കൂടിയ സ്ഥലമായിരുന്നു. പിന്നെ അച്ചാച്ചന്റെ ചേട്ടന്റെ വീടൊക്കെ ലയത്തിലായിരുന്നേ. അവിടെ പോയി താമസിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനും ലയത്തിലൊക്കെ താമസിച്ചിട്ടുണ്ട്. എവിടെ? കാഞ്ഞിരപ്പള്ളിന്ന് പിണ്ണാക്കനാട് പോകുന്ന വഴിക്ക് അവിടെ എൻ്റെ അമ്മാവൻ വെട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവിടെ ഇങ്ങനെ ലയത്തിലായിരുന്നു അവരെല്ലാം താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ ചെറുതിലെ എൻ്റെ അമ്മ പറഞ്ഞ ഞാൻ ഈ ലയമൊക്കെ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ ഈ വെക്കേഷന് നിൽക്കാൻ പോകൂല അമ്മ. അപ്പൊ അമ്മാവൻ അന്ന് ഒരു മോനേ ഉള്ളൂ. അന്ന് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞ്. അപ്പൊ അവനെ നോക്കാം. അപ്പൊ അമ്മാവനും അമ്മായിക്കും രാവിലെ വെട്ടാൻ പോവാലോ. അവരിങ്ങനെ ഈ ലയം ഉണ്ടാക്കുന്നത് പണ്ട് തേയിലത്തോട്ടത്തിലാണെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പറഞ്ഞാൽ റബ്ബറും തോട്ടത്തിന് മറ്റേ കുറേ സ്ഥലം കാണുമല്ലോ.
3-4 വെട്ടുകാർ കാണും. ആ വെട്ടുകാരിൽ ഒരു വെട്ടുകാരൻ നമ്മളായിട്ട് ഇത്രയും വെളുത്തുള്ളി പോരെ ചേച്ചി? മതി 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 മതി. ഞാൻ വേറൊരു ശരണ്യക്ക് ഒത്തിരി സ്ട്രഗിൾ ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ? പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വലിയ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു കാണും. അലമ്പിയായിരുന്നു തോന്നുന്നു അല്ലേ? പ്രശ്നമൊന്നുമില്ല, എനിക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ചേച്ചി. എന്റെ അച്ഛന് ജോലി ഉണ്ടായിരുന്നു. എന്റെ ഫാമിലിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വല്ലവന് പുല്ലു ആയുധം. ഇപ്പൊ എനിക്ക് തൽക്കാലം കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്തോ കേട്ടോ. ചേച്ചിക്ക് വേറെ എന്നതൊക്കെയായിരുന്നു? വെളുത്തുള്ളി. എനിക്ക് വേണ്ടത് ചുവന്നുള്ളി, വെളുത്തുള്ളി അത് മതി, ഇഞ്ചി, പിന്നെ ഇഞ്ചി. ചേച്ചിക്കറിയോ, നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ നമ്മുടെയൊക്കെ ഒട്ടുമിക്ക വീടുകളിലും രാവിലത്തെ ഇത് എണീറ്റ് പുറകെ വന്നു അടുപ്പിലെ ചാരം മാറി ചായക്ക് വെക്കുന്നു. ചായ വെച്ച അടുത്ത സെക്കൻഡ് ചൂലുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങും. കഞ്ഞിക്ക് വെള്ളം വെക്കത്തില്ലേ? അല്ല, ചായക്ക് വന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം ആ ചായ അടിച്ചോണ്ടിരിക്കുമ്പോ, മനസ്സിലായോ? അതായത് അടിച്ചിച്ചിരി ആകുമ്പോഴത്തേക്കും വന്ന് ചായ അടുപ്പേ വെക്കും, അതിനകത്തേക്ക് വെള്ളവും വെക്കും. എന്നിട്ട് ബാക്കി അടിച്ചു കയറി വന്നതിന് ശേഷം എല്ലാവർക്കും വേണ്ടവർക്കൊക്കെ ചായയും കൊടുക്കും, വെള്ളവും കൊടുക്കും. അല്ല അന്ന് നിങ്ങൾക്ക് അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് ഞാനിപ്പോ രാവിലെ എണീക്കുന്നു, നമുക്കന്ന് ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒന്നും കിടന്നുറങ്ങാനൊന്നും പറ്റത്തില്ല അല്ലേ? എനിക്ക് അങ്ങനെയല്ല, റബ്ബർ വെട്ടുള്ളത് കൊണ്ടേ അച്ഛനും അമ്മയ്ക്കൊക്കെ റബ്ബർ വെട്ടും ഉണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എന്നിട്ട് എല്ലാവർക്കും തലക്കില് കാപ്പി കൊണ്ട് കൊടുക്കുമായിരുന്നു. കട്ടലിന്റെ തലക്കിൽ എല്ലാവർക്കും കാപ്പി. നമുക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇല്ലായിരുന്നോ? ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനത്തെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ തലേ കൂടി വഴി കോരി ഒഴിക്കും. ചേച്ചി കുറച്ച് മുമ്പ് ചോദിച്ചില്ലേ ശരണ്യ ആർക്കും ഇഷ്ടമില്ലാത്തോളൂ അത് കൂടെ സ്വഭാവമൊക്കെ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, അങ്ങനെയുള്ളവരാണ് പിന്നീട് നല്ല ഇങ്ങനെ ഇതായിട്ട് വന്നിട്ടുള്ളത്, മിടുക്കരായിട്ട്. അതായത് ചേച്ചി നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ, ഈ കട്ടിലെ കൊണ്ട് വെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ വന്ന് കുടിച്ചാൽ മതി. പിന്നെ എനിക്ക് അങ്ങനെ അടുക്കളപ്പണിയൊന്നും അധികം എടുക്കേണ്ടി വന്നിട്ടില്ല ചേച്ചി. എടുക്കണ സമയത്ത് നന്നായിട്ട് എടുത്തിട്ടുമുണ്ട്. കാരണം വെച്ചാ അച്ഛൻ എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നേ, മീൻസ് അടുക്കളപ്പണി എടുപ്പിക്കുന്നേ. അച്ഛൻ പഠിക്കാൻ പറയും എന്റെ കൊച്ചിനെ കരിയും പുകയും തിന്നാൻ വിടത്തില്ലെന്ന് പറയും. എന്നിട്ട് അച്ഛൻ പറയും എന്നാണല്ലോ അവള് കെട്ടിച്ചെല്ലുന്ന വീട്ടിലൊക്കെ പണിയെടുക്കണം. അന്നത്തെ ഒരു ഇതാണല്ലോ അവർക്ക്. അതുകൊണ്ട് എന്റെ കൊച്ചി ഇപ്പൊ ഇരുന്ന് പഠിച്ചോട്ടെ, ഇപ്പൊ രാജകുമാരിയെ പോലെ ഇരുന്നോട്ടെന്ന് പറയും. ഇത്ര ഉള്ളി മതിയില്ലേ ചേച്ചിക്ക്? ചേച്ചിക്ക് ഇത്രയും വേണോ? എനിക്ക് എത്രയും വേണമായിരിക്കും. വേണം. നമുക്കിതിൽ ഒതുക്കി ചേർത്തേക്കാം അല്ലേ? ഒതുക്കി ചേർക്കാം. തേങ്ങ ചേരണ്ടേ? തേങ്ങ ചേരണം, അത് ഞാൻ തരണം. ഞാൻ മറ്റേ വറ്റൽമുളക് ചൂടുണ്ടല്ലോ, വറക്കാം. പുളിയുണ്ടോ ചേച്ചി? പിഴിപുളി. ഒരു വീട്ടിൽ കയറുന്ന ഒരു മര്യാദയില്ല, ഉള്ളതൊക്കെ ചോദിച്ചൊക്കെ മേടിച്ചേക്കുക. ചേച്ചിയൊക്കെ ഇവിടെ ഒരു നേരമാണോ വെക്കുന്നേ? നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെ ഒരു നേരം വെച്ചേക്കും. അയ്യോ, 2 നേരം ഒന്നും വെച്ച് നമുക്ക് നടക്കത്തില്ല. അതായത് നമ്മൾ രാവിലെ വെക്കും, ആ വെപ്പ് വൈകുന്നേരം ഇനി എങ്ങാനും ചോറ് ഇച്ചിരി തികഞ്ഞില്ലെങ്കിൽ ഇച്ചിരി അരി ഇടും. വേറെ ഒരു പരിപാടിയില്ല. പറ്റത്തില്ല, സമയമില്ല. അത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക്. ഇപ്പോഴല്ലേ ചേച്ചി ഈ ഫ്രിഡ്ജൊക്കെ ഇപ്പൊ ഈ വീട്ടമ്മമാര് ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നവരില്ലേ, നമ്മൾ പറയും എന്നാ സുഖമാണെന്ന് പറയും. നേരം വെളുക്കുമ്പോ തൊട്ട് പാതിര വരെ അവർക്കും പണിയാ. നമ്മളത് കൂടുതൽ ചെയ്യുന്നില്ല, അത് നമ്മുടെ വീട് കാണുമ്പോ അറിയാം. അല്ല അങ്ങനെ ശരിയല്ലേ, നമ്മുടെ വീട് കാണുമ്പോന്നല്ല, നമുക്കത് ചെയ്യാനുള്ള ഒരു ടൈമില്ല. ഇല്ല. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ജോലിക്കൊക്കെ ഇറങ്ങുന്നോണ്ടേ നമ്മളാ ഒരു ഞായറാഴ്ച ആയിരിക്കും നമ്മുടെ റൂം അടക്കമുള്ള സാധനങ്ങൾ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. ഡെയിലി ചെന്നൊന്നും നടക്കത്തില്ല. തക്കാളിക്ക് കഴുകിയില്ലല്ലോ, അത് ലാസ്റ്റ് ഇടാനല്ലേ. നല്ല വീട്ടമ്മയാണെന്ന് പേരെടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല വീട്ടമ്മ മാത്രമേ ആകാൻ പറ്റുള്ളൂ അല്ലേ? അതത്രേ ഉള്ളു. അപ്പൊ നമുക്ക് നല്ല വീട്ടമ്മ എന്നുള്ള പേരൊക്കെ കിട്ടും. കൊള്ളാം, മിടിക്ക്. അവളെ കണ്ടോ, അവള് വീടിട്ടേക്കുന്ന കണ്ടോ? പിന്നെ ഒരു കാര്യമുണ്ട് ചേച്ചി, ഈ വീടെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ കേറി താമസിക്കുന്നതിന്റെ ഇതിനേക്കാൾ ഉപരിയേ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. മനസ്സിലായോ? എന്റെ വീട് ഞാൻ കഴുകി തിന്ന് കുളിച്ചാ കുളിച്ച്. ചേച്ചി അകത്ത് നല്ല തേങ്ങാ ചോറുണ്ടല്ലോ. ഞാൻ എൻ്റെ വക ഒരു ഡിഷ് ഉണ്ടാക്കുവാണേ. ഇവിടുത്തെ എണ്ണക്കുപ്പി കാണിക്കലെന്ന് പറഞ്ഞാൽ കാണിച്ചിട്ടില്ല. ഇതെന്നാ സംഭവം എന്നറിയോ, ഇവിടുത്തെ തണുപ്പ് കൊണ്ട് ഇത് മൊത്തം എന്താണ് അതിൻ്റെ പേര് മറന്നുപോയി, ഉറച്ചുപോയി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കണം. ഇത് നിങ്ങൾ രാവിലെ എണ്ണയൊക്കെ തലേ തൂക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്നാ ചെയ്യും ചേച്ചി? അതൊക്കെ ഇച്ചിരി പാടാ. വറ്റൽ മുളക്, ഇത് മറ്റേ മുളകാണല്ലേ ചേച്ചി? എന്തുവാ ആ പേര് മറന്നുപോയല്ലോ. കാശ്മീരി ചില്ലി ആണല്ലേ? കാശ്മീരിയാ. ഇവിടെ ഞങ്ങൾക്ക് എരിവ് ഭയങ്കര കുറവ് മതിയേ. ആണല്ലേ? എന്റെ അടുക്കളയില് ഉള്ള പെരുമാറുന്ന സാധനങ്ങൾ ഇത്രയൊക്കെ ഉള്ളു.
അല്ല ഇത്രയും പിന്നെ ഇതിനകത്ത് പൊടികളൊക്കെ ഞാൻ ഇച്ചിരി അകത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ടിന്നുകളൊക്കെ ഉള്ളൂ. അയ്യോ ചേച്ചിയുടെ വീട്ടിൽ ഒരു മുറി നിറച്ച്, അത് ഞാൻ മുറി കാണിച്ചിട്ടില്ല, ആ മുറി നിറച്ചും ചേച്ചിയുടെ വിത്തുകള്, കാടക്കോഴി പാക്കിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞാൻ ആദ്യം പറയാൻ വേണ്ടി വരുന്നത്. നമ്മുടെ വീടിനകത്താ ഇതെല്ലാം. എല്ലാം. കാന്താരി എന്തിയാണ് ഇതാണ്ട് അയച്ചിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് വേറെ എടുക്കും. അയ്യോ ഇത് പഴുത്ത കാന്താരിയാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ പോയി. അതിനാ അല്ല മറ്റേ എണ്ണയെ ഇങ്ങോട്ടേക്ക് ചേച്ചി ഞാൻ വന്നോണ്ടാണ് ഇത്രയും വലിയ പാത്രമൊക്കെ എടുത്തേക്കുന്നത്. ഏതാ ഇത് ചീനച്ചട്ടി അല്ലേ? സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രം ഒന്നും അധികം നമ്മളിപ്പോ പുതിയ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ. മറ്റേ ഷെഡിലല്ലായിരുന്നു ഇത്രയും കാലം. അതിന്റെ ഒരുപാട് പരിമിതികൾ. ഇഞ്ചി എടുത്തു എന്നെ അയ്യോ മുളക് എന്തേരം വേണം? അല്ല ഉള്ളി എന്തേരം വേണം? ഉള്ളി എനിക്ക് കുറച്ച് മതി. ചേച്ചി എടുത്തു. ചേച്ചിയുടെ എടുത്തു. പക്ഷെ വെളുത്തുള്ളി വേണ്ട. വേണ്ട ചേച്ചി എടുത്തു. എന്നാ ഞാൻ അതൊക്കെ മതി മതി. മതിയോ? എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഈ മത്തങ്ങ പോലെ എന്ന് പറഞ്ഞ സാധനമില്ലേ ചേച്ചി, അത് പച്ചക്ക് കഴിക്കാവുന്നതാണ് അല്ലേ? കഴിക്കാം. പാവം ചേച്ചിയുടെ മോൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇന്നെങ്കിലും വല്ലതും കഴിക്കാൻ കിട്ടുമോ? നിങ്ങൾ രാവിലെ എന്നാ വന്ന് കഴിക്കുന്നത്? എപ്പോഴാണ് കഴിക്കുന്നത്? അങ്ങനൊന്നുമില്ല, എപ്പോഴാണോ റെഡിയാകുന്നത് അപ്പൊ കഴിക്കും. ചേച്ചി മക്കളൊക്കെ ഉണ്ടായ സമയം നമുക്കറിയാം, നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ജീവിക്കാൻ നന്നായിട്ട് പാടാം. അപ്പൊ 3 മക്കളെയും കൊണ്ട് ചേച്ചി. മക്കളൊക്കെ ഉണ്ടായ സമയം എനിക്ക് ഭയങ്കര സുഖമായിരുന്നു. കാരണം എൻ്റെ വീട്ടിലായിരുന്നേ ഞങ്ങള്. ഏതാണ്ട് 2 പേര്, മൂത്തവർ 2 പേരുണ്ടായപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അമ്മയും ഉണ്ട്, കൊച്ചുമ്മയുണ്ട്, അച്ചാച്ചനുണ്ട്, ആങ്ങളയുണ്ട്. അവരൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മക്കളെ നോട്ടം ഒന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അതൊക്കെ ഭയങ്കര. ആ സമയത്തും ചേച്ചി എന്തായിരുന്നു? പണിക്ക് പോകുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ പോകും, അന്നേരം നിർബന്ധമില്ല പോകണമെന്ന്. എന്നാലും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നമ്മുടെ ജിനുവിനെയൊക്കെ ഗർഭിണിയായിട്ടിരുന്നപ്പോൾ 8 മാസം, ഒരു 9 മാസം അടുത്ത സമയത്തൊക്കെ ഞാൻ ഏലക്കാട്ടിൽ പണിക്ക് പോയിട്ടുണ്ട്. മൂത്ത മോള് പണ്ടൊക്കെ എൻ്റെ അമ്മയൊക്കെ പിന്നെ പണിക്ക് പോയിട്ട് വന്നിട്ടാണ് എന്നെ പ്രസവിച്ചതെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനല്ലേ പണ്ടൊക്കെ? അതൊക്കെ അവര് പറയുന്നതാ ചേച്ചി. കണ്ടോ? ചുമ്മാ പറയില്ല കേട്ടോ, എൻ്റെ അമ്മ വരും വഴക്കിനാണ്. ചേച്ചി അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ, ഞാൻ പുച്ഛിച്ച് പറഞ്ഞല്ല. പണ്ട് നമ്മുടെ കാരണന്മാർ എപ്പോ ചോദിച്ചാലും പറയും, ഞാനേ മറ്റേ നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രത്യേകത തള്ളെന്നല്ലേ ഉദ്ദേശിച്ചത്? തള്ള്. നമ്മുടെ നാട്ടിലൊരു നീ എന്നാ ജനിച്ചത്? മറ്റേ ചേമ്പിലെ വഴുക്കണം ആ സമയത്താണ്. ചേമ്പിലെ എപ്പോഴാ വഴുക്കുന്ന? ചിലപ്പോ അധികം വന്ന് വഴുക്കാം. അത് നാളും മാസം ഒന്നും അറിയില്ലല്ലോ. പറയുന്ന കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛന്റെ ഫാമിലിയില് അവർ 8 മക്കളാ. 8 മക്കളെ പ്രസവിക്കണമെങ്കിൽ അമ്മച്ചി എന്തോരം, മനസ്സിലായോ? അന്നത്തെ കാലത്ത് അമ്മച്ചി നല്ല പണിക്കാരിയാ. മറ്റേ എന്താ നെല്ലില്ലേ, നെല്ല് എന്തായാലും പഴയ അമ്മമാരൊക്കെ കണ്ടിട്ടുണ്ടെ ശരണ്യെ വന്ന് ഓടിക്കടി. ഞങ്ങൾ അങ്ങനെ ആടി. നീ കണ്ടോടി. നീ കണ്ടോടി. ശരിയാ. ചേച്ചിയുടെ അമ്മയൊക്കെ ഇപ്പൊ ഉണ്ടോ? ഉണ്ട്, അമ്മയുണ്ട്. അച്ചാച്ചൻ മരിച്ചുപോയി. അപ്പൊ ഈ വീഡിയോ കാണിക്കരുത്. ഇല്ല, അതാ പറഞ്ഞ അമ്മ അവിടെ വരുമെന്ന് ഞാൻ. എന്റെ അതിവിദഗ്ധമായ ഇളക്കുകൊണ്ടൊരെണ്ണം താഴെ പോയത്. ഇയാൾ എത്രയിലാ പഠിക്കുന്നേ? ഓട്ടോമൊബൈൽ ഡിപ്ലോമ. എവിടെ പഠിക്കുന്ന? വണ്ടിയുടെ ഒക്കെ സൂത്രധാരൻ. വണ്ടിയൊക്കെ ഇങ്ങനെ ഇത് ഒതുക്കത്തിൽ അങ്ങ് വെച്ചിട്ട് ആവി കയറ്റാനാണല്ലേ ചേച്ചി? ഏതാ അത്? മീൻപീര. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. വരുന്നവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കും. അതെ, എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പണ്ട് ചേച്ചി ഞാൻ എൻ്റെ ഒരു മര്യാദ കൊണ്ട് ഞാൻ അല്ല, ഇവിടെ വരുന്നവരില്ലേ, നമ്മുടെ വീട്ടിൽ വരുന്നവരില്ലേ, പുറത്തുനിന്ന് വരുന്നവരൊന്നും ഇതുവരെ നമുക്ക് ഒരു വെള്ളം പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആകെപ്പാടെ കുഞ്ഞൊരു ഷെഡല്ലേ. അതായത് ഒരു 4 ഷീറ്റ് ചാരി വെച്ചാൽ നമ്മൾ താമസിക്കും. അങ്ങനെയുള്ളപ്പോൾ ആരും വരുമ്പോൾ നമുക്ക് കയറി ഇരിക്കാൻ പറയാനോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പറയാമല്ലോ, വരുന്നവർ വരൂ, വെക്കൂ, കഴിക്കൂ, എനിക്ക് തരൂ. മറ്റേ ഇതാണ് അടുക്കള, സാധനങ്ങളുണ്ട്. അതെ, അത് തന്നെ. അതൊരു സന്തോഷം ചേച്ചി. എല്ലാരും ഒക്കെ വരുന്നത്, വീട്ടിൽ വരുന്നത്, വെച്ച് കഴിക്കുന്നത്. എനിക്ക് ശരിക്കും ഈ ആഘോഷം എന്നൊക്കെ പറഞ്ഞ അതാ. എല്ലാവരും വരുവേ. എന്തൊരു സന്തോഷമാണെന്നറിയോ അന്നേരം. ഞാൻ എന്റെ കഞ്ഞി എന്തായാലും നോക്കിട്ട് ഇപ്പൊ വരാം. ചൂടായിട്ടുണ്ട് ചേച്ചി. തിളക്കണ്ടല്ലോ കഞ്ഞിയേ, ചൂടായിട്ടുണ്ട്. തിളക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇന്നലെ തിളപ്പിച്ചതല്ലേ. മറ്റേ സവോള കീറിക്കീറിന്ന് പറഞ്ഞല്ലോ, തക്കാളി കീറി. മൂത്ത മോള് നഴ്സിംഗിന് എവിടെയാ ചേച്ചി പഠിക്കുന്നേ? അവള് പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ എവിടെയാ നേഴ്സായിട്ട്? അവള് മഹാരാഷ്ട്രയിൽ ഒരിടത്ത്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോയുടെ ഒരു ഇതാണേ. അവള് പഠിച്ച നേരത്തെ അന്നേരം നമ്മൾ ഇങ്ങനൊന്നും ഇതല്ലല്ലോ. അപ്പൊ എവിടെ ചേർക്കണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ഒരു ഏജന്റ് വഴി ഇവിടെ നമ്മുടെ ബാംഗ്ലൂർ ഒരിടത്തായിരുന്നു ചേർത്തത്. അന്നേരം അതിന് INC KNC ഒക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഇവള് പരീക്ഷ എഴുതിയ ആ സമയമായപ്പോഴത്തേനും എന്തോ ഇൻസ്പെക്ഷനൊക്കെ വന്നവർക്ക് KNC സർട്ടിഫിക്കറ്റ് റദ്ദാക്കി കളഞ്ഞു. അപ്പോഴത്തേനും ഇവള് പഠിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവൾക്ക് കേരളത്തിലെങ്ങും പോകാൻ പറ്റത്തില്ല അതൊന്നും. അയ്യോടാ. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അമേരിക്കയിൽ നിന്നൊരു ചേട്ടൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പിള്ളേരുടെ കാര്യമൊക്കെ പറയുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അവള് പോകാറായിട്ടില്ല, ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കേരളത്തിൽ പറ്റത്തില്ലെന്ന്. അപ്പം തന്നെ പുള്ളിക്കാരൻ ഒരു ഫ്രണ്ടിനെ വിളിച്ച് മഹാരാഷ്ട്രയിൽ ഇത് ശരിയാക്കി. ഓ, അത് ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, സോഷ്യൽ മീഡിയ സഹായിച്ചവരില് ഒരുപാട് സാധാരണക്കാര് ഒരുപാട് പേരുണ്ട്. നമ്മൾ ചേച്ചി അതുകൊണ്ട് നെഗറ്റീവ് കമന്റ് ഇടുമ്പോ ഒരിക്കലും കരയേണ്ട കാര്യമില്ല. ചിലപ്പോ പിഴിപുളി ഇല്ലേ, മറ്റേ വാളംപുളി. പിഴിപുളി എന്നല്ല ചേച്ചി നമ്മൾ പറയുന്നത് അല്ലേ, വാളംപുളി. ഇവൻ അതൊക്കെ അറിയാവുള്ള ഇച്ചിരി പുറകോട്ടാ. കുഴപ്പമില്ല. വണ്ടിയുടെ കാര്യം ചൈനയുടെയോ ജപ്പാന്റെയോ ഒക്കെ ചോദിച്ചവൻ പറഞ്ഞു. പുളി നല്ല പുളിയല്ലേ? ഓ വെള്ളം വരുന്നു. ഇതിനകത്ത് തന്നെ പുളിയല്ലേ, നമ്മള് പുളി എവിടെ കൊണ്ടുവച്ചു ചേച്ചി എടുത്താ? ഞാൻ അതിന്റെ മുകളിൽ നിർത്തുണ്ടോന്നില്ലായിരുന്നു. അങ്ങനല്ല വലിയ വീടൊക്കെ വെക്കണോന്ന്. ഓ ഇല്ലില്ല, കുഞ്ഞു വീട് മതി. ഇതുപോരെ? അത് മതി. ഞാൻ ചോദിച്ച മലഞ്ചെരുവിൽ ഇങ്ങനെ വലിയ നമുക്കൊരു സെറ്റ് നമ്മുടെ ഒരു മനസ്സിലൊക്കെ ഇല്ലേ ഇങ്ങനെ എല്ലാ സെറ്റും. എന്റെ മനസ്സിലാകെ ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു, സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് കൃഷി ചെയ്യാന്നുള്ളത്. അത് സാധിച്ചു. ഇനിയിപ്പം ഈ മറ്റേ ഷീറ്റ് കെട്ടി കിടന്നാലും കുഴപ്പമില്ല. മക്കള് ഇപ്പം ഈ കൃഷി ചേച്ചിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണോ അതോ അവരും നിവൃത്തിയില്ലാതെ പെട്ടുപോയതാ? ഞങ്ങളെ പോലെ തന്നെ ആദ്യമൊക്കെ നിവൃത്തിയില്ലാണ്ട് നമുക്ക് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കാരണന്മാര് പണിയുമ്പോ അതിട് ഇതിട് അങ്ങനെ ഇട് ഇങ്ങനെ ഇട്. ഒരു കാര്യത്തിനും മാറി നിന്നിട്ടില്ല കേട്ടോ. ഒരു കാര്യത്തിനും പണി കിട്ടും. അപ്പൊ രണ്ടാമത്തെ ആള് ഓട്ടോമൊബൈൽ തന്നെയാണ് പഠിച്ചത്. എന്നിട്ട് അവനിപ്പം ചെറുതായിട്ട് ഫാം ഒക്കെ ഓരോരുത്തർ പറയുന്ന ആളുകളില്ലേ, അങ്ങനെ. അപ്പൊ ഇപ്പം വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്ത് ചെയ്യാറായില്ല. ചെറിയ ഓരോന്ന് പരിചയമുള്ളവർക്ക് ഓരോന്ന് ചെയ്തോണ്ടിരിക്കുക. ചെറിയ ഫാമുകൾ, ചെറിയ സ്ഥലം. അവർക്ക് കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്തു കൊടുക്കും. അവന് ഇഷ്ടപ്പെട്ട സാധനമാകുമ്പോ അതൊരു കാര്യമേ. അവന് കൃഷിയോടാണ് ഇഷ്ടമേ. പിന്നെ നമ്മുടെ കൂടെ ഇങ്ങനെ പണിയിപ്പിച്ച് ഇവിടെ നിർത്തി അവന്റെ ഭാവി കളയുക എന്ന് പറയുന്നതും ഭയങ്കര വിഷമമുള്ള കാര്യം. ഇതൊന്ന് അടിച്ചേക്കുവോ? നന്നായിട്ട് അരച്ചോ? ഉപ്പിട്ട് ചേച്ചി ഏതായാലും എനിക്കിപ്പോ അരച്ചോണ്ടേ തന്നിട്ടുണ്ട്. കാരണം ഇവിടത്തെ മെഷീന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് അറിയത്തില്ല. ചേച്ചി ഞാൻ കൈ കൊണ്ടാട്ടോ കുഴക്കുന്നേ. ഒരു കുഴപ്പമില്ല. ഇനി പിന്നെ സ്പൂണ് വൃത്തി മേന ഇതൊന്നും എന്നോട് ചോദിക്കണ്ടേ നമുക്ക്. പക്ഷെ കൈ കൊണ്ടാകുമ്പോഴത്തേക്ക് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയി കഴിക്കുന്നു. അവരെങ്ങനെയാ ചെയ്യുന്നത് നമുക്കറിയാവോ? ഇല്ല, അതില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ടാ. ഷാജേട്ടാ നമുക്ക് പൊളിച്ചേക്കാം. ഞങ്ങളുടെ ഉണക്കമീൻ അടുപ്പേലിരിക്കുന്ന ഞങ്ങളുടെ മുളക് ചമ്മന്തി. എനിക്കാണെങ്കിലേ വായിൽ വെള്ളം വരുന്നു. ഞാനാണെങ്കിൽ പുളിയിട്ട് വായിലിട്ടു. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചേച്ചി ഞാൻ എന്നെ പറ്റി പുകഴ്ത്തി പറയട്ടെ രണ്ടുപേരെയും. പറഞ്ഞു. ഞാൻ ഉപ്പും നോക്കിയിട്ടില്ല, മുളകും അല്ല പുളിയും നോക്കിയിട്ടില്ല. പക്ഷെ രണ്ടും കറക്റ്റാ. ഞങ്ങളും കൂടെ കഴിച്ചു നോക്കിട്ട് പറയാം. തേഞ്ഞു. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ഇനി ചേച്ചി കഴിച്ചിട്ട് പോയാ എന്നെ തേച്ച സ്ഥിതിക്ക് ചേച്ചി കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇവിടെ ഉപ്പും പുളിയും കറക്റ്റ് അല്ലെന്ന് പറ. ഇതിനകത്താണോ? ഏതിനകത്തെങ്കിലും എടുത്തു. എരിവ് കുറവാ മറ്റേ മുളകായതുകൊണ്ട്. കറക്റ്റ് അല്ലേ? കൈയളവ് നോക്കൂ, ഈ കൈയളവ്. ഞങ്ങൾ അവിടെ വണ്ടിപ്പെരിയാറായിരുന്നപ്പം താഴെയും മുകളിലുമായിട്ടായിരുന്നു. താഴെ ഒരു കുഞ്ഞു ഷോപ്പും സംഭവമായിട്ട്. അപ്പൊ അവിടെ ഞങ്ങൾ കഞ്ഞി വെച്ച് വെക്കും. അപ്പൊ ദൂരേന്ന് വരുന്നവരെയൊക്കെ കഞ്ഞിയും ഇച്ചിരി പയറും എല്ലാം കൂടിയിട്ട് അതിന് ചട്ടി മേടിച്ചു. അത് ഞാൻ ചേച്ചിയോട് എപ്പോഴും പറയണം എന്ന് ഓർത്താം. ചേച്ചിയുടെ വീട്ടിൽ അപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്, നല്ല ഡ്രസ്സ് ഇട്ടുകൂടെയെന്ന്. നമ്മളെപ്പോഴും കംഫർട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ചിലപ്പം ഏറ്റവും പഴയത് കീറിപ്പോയതൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ പണിക്ക് പോകുന്നത്. കാരണം നമുക്ക് അതേ ഉപയോഗിക്കാനുള്ളൂ. അത് നമുക്ക് നല്ലത് ഇപ്പം ഇത് ഇട്ടിട്ട് ചേച്ചിക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ചേച്ചിക്ക് പറ്റില്ല. കാരണം ഇത് ഇനി ഇത് പറഞ്ഞാൽ ഇപ്പം ചേച്ചിക്ക് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ അയച്ചു തരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ ഞാൻ വണ്ടിപ്പെരിയാറ് താമസിച്ചിരുന്ന സമയം ഇപ്പൊ ആയതുകൊണ്ട് പറയാം. കാരണം പഞ്ഞം പറയുക എന്നുള്ളതല്ലല്ലോ. ഇപ്പൊ നമ്മൾ ആയി കഴിഞ്ഞ് ഇപ്പൊ ഇടാനുള്ളപ്പോഴാണല്ലോ പറയുന്നത്.
ആര് വന്നാലും കണ്ടാൽ മനസ്സിലാവും പിഞ്ചി കീറിയ നൈറ്റി ആയിരിക്കും. ഇവിടേക്ക് ഇങ്ങനെ കീറി കിടക്കുമായിരിക്കും. ആ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് അതാണ് എൻ്റെ നല്ല നൈറ്റി. അല്ലാതെ എനിക്ക് വേറെ അലമാരിക്കകത്ത് വേറെ നല്ലതൊന്നുമില്ല. ഞാൻ അത് ഇട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് എടുക്കുന്നത്. അവിടെ വന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്തൊക്കെ അത് പറഞ്ഞാൽ ഓർക്കോ ഇവള് പഞ്ഞം പറഞ്ഞിട്ട്. നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, കാരണം ഇതിനു മുമ്പ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു ഈ കടന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതല്ലേ പറയാനുള്ളൂ. ഇതിനിടയ്ക്ക് നമുക്ക് ഈ മറ്റേ ഇത് അക്കരപ്പച്ചെന്നാണോ പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു സാധനം അല്ലേ, ഭയങ്കര വേനൽക്ക് ഒരു മഴ കിട്ടുന്നത് പോലെയാണ് ഇടയ്ക്കൊക്കെ ഓരോ അവാർഡുകൾ കിട്ടുന്നതും ഓരോ അംഗീകാരങ്ങൾ കിട്ടുന്നതൊക്കെ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അതിനേക്കാട്ടിലും കൂടുതൽ ആ അവാർഡ് മേടിച്ചുകൊണ്ട് വന്നിട്ട് തിരിച്ച് നമ്മൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് ഇപ്പോഴും നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല. ഇപ്പം എല്ലാവരും ചോദിക്കും, ചേച്ചി എന്നാ സിമ്പിളാ അല്ല എന്നാ നിഷ്കളങ്കമാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഇത് തന്നെയല്ലേ. ഇതിനകത്ത് നമുക്ക് വേറെ ചേച്ചി പറഞ്ഞ പോലെ അത് ഞാൻ എപ്പോഴും പറയണമെന്ന് ഓർത്താ, നമുക്ക് ആ ഡ്രസ്സേ ഉള്ളൂ. വേറെ ഒന്നും ഇപ്പൊ ഒരു വീഡിയോയ്ക്ക് വേണ്ടിട്ട് അന്നാ ഏറ്റവും നന്നായിട്ട് ഇടാം എന്നുള്ളതൊന്നുമില്ല. നമ്മളെന്താ, ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ കംഫർട്ടായിട്ടിരിക്കുന്ന എൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സിലായിരിക്കും. ആരെങ്കിലും വന്നെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അത് ആളുകളെ അനുസരിച്ചിരിക്കും ഞാൻ പോയി മാറണോ വേണ്ടേ എന്നുള്ളത്. എന്നെ അങ്ങനെ കാണുന്നവരോട് അങ്ങനെ കണ്ടാൽ മതി. പക്ഷെ നമ്മളിപ്പോൾ വീഡിയോക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഇങ്ങനെ ഒരുങ്ങി സെറ്റിലായിട്ടൊക്കെ വരുന്നത്. ചേച്ചി എന്നെ നേരിട്ട് കണ്ടാ രാവിലെ എന്നെ കണ്ടില്ല. അല്ല, ചേച്ചി എന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടില്ല. അതാണ് ഏകദേശത്തെ ഞാൻ. ചേച്ചി ഇതിനകത്ത് വാങ്ങാൻ കയറുന്നുണ്ടോ നോക്കി. ഇതാ ചേച്ചി, നമുക്ക് ഇതൊന്ന് കണ്ടിച്ച് നോക്കിയാലോ? ഇത് കണ്ടിച്ച് നോക്കിയാലോ? അത് കണ്ടി. അയ്യോ, ഞാൻ ആ മഞ്ഞ സുക്കിനി കഴിക്കാൻ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. ഇതാണ് സുക്കിനി അല്ലേ? ഇതും പച്ചക്ക് കഴിക്കാവുന്ന. പച്ചക്ക് കഴിക്കാം. കുഞ്ഞു എടാ ആ മഞ്ഞ സുക്കിനി ഒരെണ്ണം പറിച്ചോണ്ട് വരാമോടാ വെച്ചേ. അതുപോലെ നമ്മുടെ കുക്കുംബർ ഇല്ലേ? ആ കുക്കുംബർ ഉണ്ട് ചേച്ചി. ഇതിന്റെ തൊലി കളഞ്ഞിട്ട് ചുമ്മാ തിന്നാണോ ചേച്ചി? അത് ചുമ്മാ തന്നാ മതി. ഇതിന്റെ കുരു കളയണോ? അതിന്റെ കുരു ഒന്നും കളയാനില്ലല്ലോ. കളയാനുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇതൊക്കെ എങ്ങനെയാ കഴിക്കേണ്ടതെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. കാര്യമായിട്ട് പരീക്ഷിച്ചതാണോ? കറി വെക്കണോ ബോയിൽ ചെയ്യണോ അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ. ഇതിന് മേവിന്റെ ടേസ്റ്റ് ആണെന്ന് ഞാൻ നോക്കുന്നത്. മത്തങ്ങ കഴിക്കുന്ന പോലെ തന്നെ. മത്തങ്ങയുടെ ടേസ്റ്റ് അല്ല പക്ഷെ മത്തങ്ങ വെക്കാനാണ്. ഞങ്ങളുടെ ഫാം ഹൗസിൽ വിളവെടുത്ത ഞങ്ങളുടെ മാത്രം കുക്കുംബർ. ഞാൻ ഈ നടുക്കഷ്ണം നോക്കി ഒരെണ്ണം എടുക്കാം. എനിക്ക് ഈ നടുക്കഷ്ണത്തോട് അങ്ങനല്ല, ചെറിയ അതിങ്ങനെ ആക്കി. ഞാൻ ചെറുതാക്കിയതേ. അല്ല അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കണം, ചെറുതാക്കണം. അങ്ങനെ തിന്നാനല്ല, അതിനകത്ത് വേറെ സംഭവം ഉണ്ട്. നാരങ്ങയൊക്കെ ഇട്ട് തിന്നാനാണോ ചേച്ചി? ഞാൻ കുക്കുംബർ ഇങ്ങനെയൊക്കെയാ ചേച്ചി കഴിക്കുന്നത്. അത് നമ്മളെപ്പോഴും അങ്ങനെയല്ലേ കഴിക്കും. ഇത് മറ്റേ ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോ ഇവരിങ്ങനെയല്ലേ തരുന്നേ? അല്ലേ? അങ്ങനെ നമ്മളും കഴിക്കണം. നമ്മളും അങ്ങനെ കഴിക്കണം. ചേച്ചി ആവി വെക്കുക. ഫ്രിഡ്ജിലൊരു കുക്കുംബർ ഉണ്ടെങ്കിൽ കഴുകിയിട്ടെടുത്ത് കഴിക്കുക. ഷാജേട്ടാ ഫീൽഡ് അങ്ങനെ വെച്ചിട്ട് എനിക്കിപ്പോൾ ചേച്ചി പറഞ്ഞ കുമ്മളി സൈഡ് ഓർമ്മ വരുന്നത് വെച്ചാൽ പാക്കറ്റിനകത്ത് അവരിങ്ങനെ ഈ സാധനമല്ലേ വെക്കുന്നത്. ഇനി മറ്റേ മുളക് പൊടിയുടെ ഒരു സാധനം കൂടെ എടുത്തില്ലേ, ഉപ്പ്. ഇത് ഇങ്ങനെ വെക്കണോ ചേച്ചി? അത് ചുമ്മാ തിന്നുന്നതാ. ഇത് ചുമ്മാ ഇനി വേണമെങ്കിൽ നോക്കാം. ഇത് ഇങ്ങനെ തന്നെയല്ലേ? ഓക്കെ. ഇത് മറ്റേ മഞ്ഞ ഇതെന്നെ സുക്കിനിയോ? സുക്കിനി നമ്മൾ നേരത്തെ പറിച്ചില്ലേ, അതേ സാധനം. പക്ഷെ രണ്ടിന്റെയും വലിപ്പ വ്യത്യാസം അങ്ങനെ. ഈ സാധനത്തിന്റെ സെയിം സാധനം തന്നെ. പക്ഷെ ഇത് മഞ്ഞയാണിതേ. ഇത് കുക്കുംബർ മാതിരി ഇരിക്കുന്നത് കണ്ടോ? കുക്കുംബറിന്റെ അതേ രീതിയിലിരിക്കുന്നത്. ഇത് മഞ്ഞ സുക്കിനി, ഇത് മഞ്ഞ സുക്കിനി, ഇത് പച്ച സുക്കിനി. മുളക് പൊടി ഇവിടെ എവിടെയെങ്കിലും കാണും? കണ്ടില്ല. അല്ല, ടിന്നില് തീർന്നായിരുന്നു. പുതിയത് ഇട്ട് വെച്ചില്ല. അതിനകത്ത് ഉണ്ടോ നോക്കിയാ തട്ടിയെടുക്കാൻ ഉണ്ടോ? മറ്റേ ചാമ്പങ്ങ തിന്നുന്നത് പോലെയും. ഹായ്, ഉണക്കമീൻ്റെ മണം വരുന്നുണ്ട് സുഹൃത്തുക്കളെ. പോയി മറ്റേ അതിന്റെ ഗുണം പോയെന്നല്ലേ ചേച്ചി? അതെ അതെ. എനിക്കും ഈ ധൃതി ഉള്ളത് കൊണ്ടുണ്ടല്ലോ ചേച്ചി, എനിക്കിങ്ങനെ അടക്കം അങ്ങനത്തെ ഒരു ഇതല്ല, ഇച്ചിരി ധൃതി കൂടുതലാണ്. അപ്പൊ എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാ. ഇത് ഞാൻ ഒരാൾക്ക് പരീക്ഷിക്കാൻ കൊടുക്കാം. ക്യാമറമാൻ അപ്പൊ തന്നെ എനിക്ക് വേണ്ട. ഷാജേട്ടൻ ഇതറാവോ? ഞാനേ ഡ്രൈവറേട്ടാ. എന്തെങ്കിലും വന്നാൽ ഇന്ന് പുള്ളിക്കുള്ളതായിട്ട് കിടക്കട്ടെ. ഇതറാവോ ഷാജേട്ടാ? ഷാജേട്ടന് നാണക്കേടാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട്, തിന്ന് നോക്ക്. ഓ സാധി സാധനം നല്ലല്ലേ? അടിപൊളി സാധനം. ചേച്ചി മോന്റെ മുറി കാണിക്കാന്നാ പറഞ്ഞേക്കുന്നത്. എന്തോ ഒരു സർപ്രൈസ് ഉണ്ടല്ലേ ചേച്ചി? അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ പറയില്ല. ഇതാണല്ലേ ആളുടെ മുറി? അതെ അതെ. ഇത് ഈ ഡോറിൽ തന്നെ എന്താണ് എഴുതി വെച്ചേക്കുന്നത്? ട്രസ്പാസേഴ്സ് വിൽ ബി അനുവാദമില്ലാതെ. ഇവിടെ നമ്മൾ എഴുതി വെക്കും, ഇതിലെ അനുവാദമില്ലാതെ ആരെങ്കിലും പ്രവേശിച്ചാൽ അവർക്ക് ശിക്ഷ ഉണ്ടാവുന്നു. അത് ഓൾറെഡി തന്നെ ഉണ്ട്. അനുവാദം തരുമോ? കയറിക്കോട്ടെ. കക്ഷിക്ക് വീഡിയോ വരുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അവിടെ കൊണ്ടാണ്. ബാ, ഇവിടെ കണ്ട ഒരു കാര്യം MR കുത്തിവര അല്ലേ? മിസ്റ്റർ കുത്തിവര. അതാണ് മിസ്റ്റർ എന്നുള്ളതാണല്ലേ? അത് മൊത്തം തീർന്നിട്ടില്ല. ആണോ? ഈ സാധനം നമ്മൾ ഈ വർഷം മേടിച്ച നക്ഷത്രത്തിന്റെ ആയിരുന്നു. അത് ക്രിസ്മസ് കഴിഞ്ഞപ്പോഴത്തേനും അത് പൊളിച്ചിട്ട് അതെടുത്ത് അങ്ങനെ ആക്കി. വണ്ടിയോട് ഭയങ്കര ക്രേസ് എനിക്ക് തോന്നി. ഞാൻ അതാണ് പറയാൻ വന്നത്. വണ്ടി ഇവിടെയുണ്ട്, ഇതെല്ലാം വണ്ടിയുടെ പാർട്സുകളാ ഫുള്ള്. മിസ്റ്റർ കുത്തിവര. മിസ്റ്റർ കുത്തിവര അവൻ തന്നെ സ്വന്തമായിട്ട് ഇട്ട പേരാ. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ തന്നെയാ അവന്റെ പേര്, മിസ്റ്റർ കുത്തിവരാന്ന്. ഈ വീട് വന്നതിന് ശേഷമാണ്. ഇവന്റെ മുറി മാത്രമേ കാണുള്ളൂ പെയിന്റ് ചെയ്തതൊക്കെ, കാരണം അവൻ സ്വന്തമായിട്ട് തന്നെയല്ല ചെയ്യുന്നത്. അതിനകത്തൊരു വലിയൊരു സാധനം ഉണ്ടേ, തിരിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങോട്ട് തിരിഞ്ഞോ, ഇങ്ങോട്ട് തിരിഞ്ഞോ. സോറി ഗേൾസ്, മൈ മോം ഈസ് വെരി സ്ട്രിക്റ്റ്. ആണോ ചേച്ചി? ഒല്ലെന്നേ, ചുമ്മാ കണ്ടില്ലേ എന്നെ പെൺപിള്ളേരെല്ലാം കൂടെ. അല്ലാതെ പറയാം ചേച്ചി പറയില്ലെങ്കിൽ അല്ലേ. എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? പിന്നെ ഇത് മറ്റേ ആളുകളെ ആകർഷിക്കാൻ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആന്ന് പറയുമ്പോ ഒന്ന് നോട്ടീസ് ചെയ്യൂല. മനസ്സിലായോ? അല്ലേ? അതല്ലേ സംഭവം. പുറകിൽ ഒരു കാറ് കണ്ടോ? ഈ കാറ് വരച്ചത് അല്ല, വല്ല ഡ്രീം കാറാണോ? കക്ഷിക്ക് വീഡിയോക്ക് വരാൻ താല്പര്യം, എല്ലാം ബിഹൈൻഡ് ദ സീനിലുണ്ട്. പറഞ്ഞോ. ഈ പെണ്ണിനെ വരച്ചതാണോ? ഈ പെണ്ണിനോട് പോലും ഈ പെണ്ണിനോടല്ലേ പറഞ്ഞേക്കണേ? വേറെ മറ്റു പെണ്ണുങ്ങളോടൊന്നും അല്ലല്ലോ. നീ അവിടുത്തെ ലൈറ്റ് ഇതൊക്കെ വണ്ടിയുടെ ഓരോ പാർട്ടുകളാ. എടാ ഒന്ന് പറഞ്ഞു, എനിക്കറിയത്തില്ല ഈ വണ്ടിയുടെ എന്തൊക്കെ. ഇത് ഇപ്പം ടേബിൾ ലാമ്പാണ്. ഇതെന്നൊക്കെ സാധനമാടാ? ഓരോ വണ്ടിയുടെ ഓരോ പാർട്ട് കിട്ടുമ്പോൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ PVC പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ജീപ്പാ. ഇതൊക്കെ പണി തീർന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ, മിനിയേച്ചറായിട്ട്. ഇത് മറ്റേ അതുകൊണ്ട് അവനെ ഞങ്ങള് ഓട്ടോമൊബൈലിന് വിട്ടത്. ഇതും കൊണ്ടാണല്ലേ വിട്ടത്? ഇതുണ്ട്. ഭയങ്കര ഇഷ്ടമാണോ ഇതിലൊക്കെ? എന്നിട്ട് പിന്നെ എന്താ, പിന്നെ കഴിഞ്ഞില്ലേ? ക്ലാസ് കഴിഞ്ഞില്ലേ? ഇല്ലില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എവിടെയാ പഠിക്കുന്നത്? കട്ടപ്പനയില്. ഈ നമ്മളുടെ പോസ്റ്റിൽ കൂടുതൽ റീച്ച് കിട്ടുന്നത് ഇവന്റെ ഈ വീഡിയോകൾക്ക്, ഈ സാധനങ്ങൾക്കൊക്കെയാ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടുതൽ റീച്ച്. എനിക്ക് തോന്നുന്നു ഇന്നലെ ഇട്ട വീഡിയോ ഒക്കെ ഏതാണ്ട് 3 ലക്ഷത്തി സംതിങ് ഒക്കെ പെട്ടെന്ന്. അല്ലെങ്കിൽ നമ്മുടെ ഒരു 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ കാണുന്ന സ്ഥാനത്ത് ഇവന്റെ താകുമ്പോ ഇരട്ടി വ്യൂ ആ. അപ്പൊ അവൻ ഈ ബോർഡിൽ എഴുതി വെച്ചേക്കുന്ന സാധനം നിങ്ങൾ കണ്ടോ? ഏകദേശം അവൻ എന്നെ ഉദ്ദേശിച്ച് വരച്ചതാണോ, എന്നെ കാണുന്നതിന് മുമ്പ് വരച്ചതാണോ, എന്തായിരുന്നു അവസ്ഥ? ശരിക്കും എന്നെ പോലെയൊക്കെ തന്നെയല്ലേ അല്ലേ? ആൾക്ക് ഇച്ചിരി നിറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കാണായി പോയെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ഇത് നല്ല രസമുണ്ട്. ഇത് ആദ്യം തന്നെ ഈ മുറിയൊക്കെ സ്വന്തമാക്കിയിട്ട് വരച്ചതാണോ? വന്നപ്പോഴേ വരച്ച്. കക്ഷിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. അപ്പൊ കുത്തിവര ഒക്കെ നീ വന്നേ, വാ. അതിനല്ലേ ഇങ്ങോട്ട് വാ, ക്യാമറ വരണ്ട, ഇങ്ങോട്ട് പോരെ. കുത്തിവരയൊക്കെ നന്നായിട്ട് നടക്കട്ടെ. ഓക്കെ, ലൈഫ് എന്താ പറയാ, ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ അമ്മയുടെ ഒക്കെ കൂടെ ഞാൻ കണ്ടിരുന്നു രാവിലെ വന്നപ്പോഴേ. എത്ര വയസ്സുണ്ട്? 10-20 വയസ്സ്? 16 വയസ്സ്. അയ്യോ, 16 വയസ്സുള്ള ഒരാള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവനെ ഇതിനാ വിട്ടെ. കാരണം പഠിക്കാൻ അവന് തീരെ താല്പര്യമില്ല, പക്ഷെ ഇതിനോട് ഭയങ്കര ക്രേസാ. അപ്പോൾ ഞാൻ വേറൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2 വർഷം കോളേജിൽ വിട്ടിട്ട് വിടുവാണെങ്കിൽ അവർ എഞ്ചിനീയറിംഗിന് എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നേരത്തെ അതെല്ലാം കരുതി കൂട്ടി ചെയ്യണം. ഞാൻ 10-22 വയസ്സെന്ന് ചോദിച്ചു, ക്ഷമിക്കണം. ഇവിടുത്തെ പിള്ളേരെല്ലാം വലിയ പിള്ളേരാ. മൂത്തവനെയൊക്കെ കണ്ട ഒരു 10-26 വയസ്സൊക്കെ പറയും. 20 വയസ്സായിട്ടേ ഉള്ളൂ. വലിയ വലിയ പിള്ളേരാ. ഇത് നമ്മളുടെ കാടയെ കണ്ടില്ലായിരുന്നോ, കാടമുട്ട. അപ്പൊ ഇതാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ കാണുന്ന രാത്രിയിലിരുന്ന് ഞങ്ങളുടെ പാക്കിങ്, രാത്രിയിലത്തെ പണിയായത്. ഇവര് കുറെ ചെയ്യും എന്നാലും. പിന്നെ ഉള്ളത് ഇതൊക്കെ വിത്തുകളും
ശരിക്കും പറഞ്ഞാൽ ഇവരാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ച ആളുകൾ. സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇവിടം വരെ ഈ നിൽക്കുന്ന സ്ഥാനം വരെ എത്തിച്ചത് ഈ വിത്തുകളാണ്. കാരണം ഇതില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് വരാനൊരു വേറെ മാർഗമില്ലാതെ പോയേനെ. അതായത് ആ വെള്ളപ്പൊക്കം വന്ന സമയത്തും കൊറോണ വന്ന സമയത്തും എല്ലാം നമ്മളെ പിടിച്ചു നിർത്തിയത് വിത്ത് വിൽപ്പനയായിരുന്നു. ഇതാണ് ഓരോരോ ഓരോരോ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാക്കി നമ്മൾ കൊടുക്കുന്നതായതൊക്കെ. ഇതാണ് അതിന്റെ ബിസിനസ്. ഈ ബിസിനസിന്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇത് നിറച്ച് വേസ്റ്റോടാ. വേസ്റ്റോട് ക്രിസ്മസിന്റെ കേക്ക് കിട്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അയക്കാനല്ലേ? അയക്കാനാ അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ വന്ന് കയറിയപ്പോഴും ഇത് ശ്രദ്ധിച്ചായിരുന്നു ചേച്ചി. ഓരോ സാധനങ്ങളൊക്കെ അയക്കാനായിട്ട്. തേനും ഉണ്ട്. തേനൊക്കെ നമ്മൾ കൊറിയറായിട്ട് അയക്കും, വിത്തുകളൊക്കെ നമ്മൾ പോസ്റ്റലായിട്ട് അയക്കും. നമുക്കിനി നമ്മുടെ കഞ്ഞിയും കറിയിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ. ചേച്ചി ഇതൊരു പാത്രം എടുക്കട്ടെ, കഞ്ഞി എടുക്കാനാണ്. ഓക്കെ. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, നോക്കിയിട്ട് വേണം ഇടാൻ. എന്നിട്ട് ചേച്ചി വെള്ളം അധികം വെച്ചില്ലല്ലോ. എനിക്കത് തക്കാളിയുടെ വെള്ളമാണെന്ന് തോന്നുന്നല്ലേ? ഇച്ചിരി പറ്റണമായിരിക്കും, ഇച്ചിരി പറ്റണം ശകലം. തീ കൂടിയല്ലേ ഇരിക്കുന്നേ ചേച്ചി? മീനിന്റെ ചൊവയുണ്ടോ? മീൻ കുറഞ്ഞു പോയോ? മീനിന്റെ ചൊവയുണ്ട്, മീനിന്റെ ചൊവയുണ്ട്. അയ്യോ ഞാൻ പെട്ടെന്ന് ഇച്ചിരി. ചേച്ചി ഞാൻ അല്ല എന്നും കഴിച്ചിട്ട് ഞാൻ തന്നെയല്ലേ പറയുന്നത്. ശരണ്യ പറ എന്തായാലും. നല്ലതാണ്. ഞാൻ ഉപ്പ് നോക്കി നോക്കി തന്നെ ആ കറി കൂട്ടി തീർക്കും ചേച്ചി. ഇതിന് 3ാമത്തെ തവണയാണ് നോക്കുന്നത്. വാവ് ആയിട്ടുണ്ട് തന്നെ. വാവ് ഒന്നും അല്ലെങ്കിലും നന്നായിട്ടുണ്ട് ചേച്ചി. എൻ്റെ ഉപ്പ് നോക്കിയായിരുന്നോ? ഒരു പൊടിക്ക് മീൻ ഉപ്പുമീൻ ആയതുകൊണ്ടാണ് ഇടാൻ. നമ്മൾ തന്നെ ഉണക്കുന്ന പുളിയാണോ ചേച്ചി? അതെ അതെ. ഓക്കെ. നമ്മുടെ കഞ്ഞി അടുത്തതായി കഞ്ഞി കൊണ്ട് നമ്മൾ തിണ്ണയിൽ പോരുന്നിട്ടാ കഴി. കറിയാണെങ്കിൽ ഇതിനകത്തിരുന്ന് തിളച്ചു മറിയുന്നുണ്ട്. ഹൈ ചേച്ചി, കറി ഇതിനകത്തിരുന്നേ. ഇതില്ലേ ചേച്ചി? തിരിയനെടുത്തോണ്ട് വരണം. തിരിയനില്ല. ഇതുണ്ടോ കറി ഇപ്പോഴും നിന്ന് തിളക്കി വന്നു നോക്ക്. ഇതുണ്ടോ കറി നമ്മൾ അവിടെ നിന്നേ എടുത്തോണ്ട് വന്നിട്ട് ഇപ്പോഴും നിന്ന് തിളയോട് തിള. മറിച്ച് വെക്കട്ടെ. മുളക് ഞങ്ങളുടെ ഷാജിയേട്ടൻ മുളകും കൊണ്ട് വന്നിട്ടുണ്ട്. ഷാജിയേട്ടാ താങ്ക് യു. നമുക്ക് തന്നെ കഴിക്കാനാവാ. ചട്ടിയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 3 പ്ലേറ്റ്, 4 പ്ലേറ്റ്. മോരുകറി ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ ഷാജിയേട്ടാ, ചെരുപ്പിടാൻ വരട്ടെ, നമ്മൾ കഴിച്ചിട്ടാ പോകുന്നത്. ഇല്ല പിന്നെ ഞാനിതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ? ചേച്ചി ഇതിനകത്ത് വെച്ചോ. ഒരു കഞ്ഞിപ്പാത്രമൊക്കെ മതിയെന്ന്. എനിക്ക് ഈ പ്ലേറ്റിനകത്ത് മതി. ചേച്ചി അത് ചേച്ചി കഴിച്ചോ? എനിക്കുള്ളതാണോ? ചേച്ചി കഴിച്ചോ. ചേച്ചിയെ കൊണ്ട് ഇതെല്ലാം ഞാൻ അതന്നെ. നല്ല കുത്തരിച്ചോറ് എടുത്തു. ആ കറിയല്ലേ അവിടെ ഇരിക്കുമല്ലേ? ആ കറിയൊക്കെ ഞാൻ തരാം ചേച്ചി. ഇപ്പം ഇത് ഞങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇച്ചിരി കഴിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിൽ പോയൊരു അംഗപരിപാടി ഉണ്ടല്ലേ ചേച്ചി. ഇത് ഞാൻ കഴിച്ചിട്ട് ഞാൻ നല്ലതാന്ന് പറയുന്നത് മോശമല്ലേ? ഇത് ഏതാണേലും ഞാൻ തുടങ്ങുക ചേച്ചി. മോര് വേണ്ടേ? ആദ്യം ഉണക്കമീനൊക്കെ ഒന്ന് പോട്ടെ ചേച്ചി. ചെറുപ്പകാലമൊക്കെ ഓർമ്മ ചെക്കൊക്കെ ആയിരുന്നു നമുക്ക് എന്തായാലും. ഇത് മതി, ഇതിൽ കൂടുതൽ തന്നെ. അപ്പം നമ്മൾ സത്യത്തിൽ 10 മണിക്കേ ചോറ് കഴിക്കത്തുള്ളൂ ചേച്ചി. നമ്മൾ ഇടുക്കി കോട്ടയത്തുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നമുക്കൊരു 10 മണിയാകുമ്പോഴാണ് അല്ലേ? അതെ. അത് ചിലപ്പോൾ കപ്പയായിരിക്കും, ചക്കയായിരിക്കും. വേറൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കപ്പയൊക്കെ കറി കഴിക്കും. ചേച്ചിയോട് ഞാൻ ആദ്യം തന്നെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർത്തെ. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമുക്ക് തന്നെ കുറേ ആയി ഇങ്ങനെയൊക്കെ ഉള്ളൊരു നൊസ്റ്റു എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത്. അപ്പം ഞാൻ അകത്തെ ഉണക്കമീനുണ്ടെങ്കിൽ ഉണക്കമീനും ഇതും മതി, കുത്തിരിച്ചോറും ധാരാളം. ഞാൻ വീട്ടിൽ ചെന്നാൽ ഒരുപാട് ചോറുണ്ടെന്നത് ഉണക്കമീനും ചമ്മന്തിയാണ് മതി. എൻ്റെ അമ്മച്ചോട് എപ്പോഴും പറയും, നിങ്ങൾക്ക് ഞാൻ വരുന്നതിന് ഒരു ഉണക്കമീൻ തന്നെ, ഒരു ഉണക്കമീനല്ലേ നിങ്ങൾക്ക് നഷ്ടമുള്ളത്. മനസ്സിലായോ? അപ്പം ചേച്ചി എന്താ പറയുക, ചേച്ചിയുടെ
ജീവിതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ ഇത്രയും സമയം ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ചേച്ചിയുടെ കൃഷി കാണാൻ, ചേച്ചിനെ പരിചയപ്പെടണം എന്നായിരുന്നു ആദ്യം മുതലുള്ള ആഗ്രഹം. ഞാൻ പറഞ്ഞു ആദ്യം മുതലേ വീഡിയോ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്കതൊക്കെ അത്ഭുതമാവും ഭയങ്കര ഇങ്ങനെ പറയുമ്പോൾ, കാണുന്നതെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളൊക്കെ കാണുന്നതെന്ന് പറയുമ്പോൾ. ചേച്ചി ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിലാണല്ലോ നിൽക്കുന്നത്. നമുക്ക് ഇങ്ങനെ കണ്ടന്റ് തപ്പും ഒരു ചേച്ചി വെറൈറ്റി ആയിട്ട് നമ്മൾ എന്താണ് ക്യാച്ച് ചെയ്യുന്നത്, വെറൈറ്റി ആണ്. അതായത് ഇത് സ്ഥിരം ചെയ്യുന്നതല്ല, നമ്മളിപ്പോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന അങ്ങനെയല്ല, കൃഷിയാണ്. ചേച്ചി അതിനെങ്ങനെ നമുക്കറിയാം ഓരോരുത്തരുടെ വാക്കുകളിൽ അത് ഫെയ്ഡ് അല്ല, അതായത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ പറയുന്നതെന്ന്. ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിക്ക് ഇപ്പം അവിടെ ചെല്ലുമ്പോൾ ചേച്ചി ക്യാമറ വെച്ചിട്ട് പറയുവാണെങ്കിൽ എൻ്റെ മത്തം അല്ലെങ്കിൽ എൻ്റെ ചെടി വളർന്നു കേട്ടോ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് ചേച്ചി എന്നോട് പറയുമ്പോൾ ചേച്ചിയുടെ കണ്ണിലെ ആ ഒരു പ്രകാശമൊക്കെ അത് ഭയങ്കര രസമാണ്. അപ്പോൾ ചേച്ചി ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെ മൂവി വേൾഡ് മീഡിയ ടീമിന്, ഞങ്ങളുടെ 4 പേരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ വൈകുന്നേരം ചേച്ചി കഞ്ഞി വെച്ചു. ഞാൻ വന്നിട്ട് അതിൽ കഞ്ഞി ചൂടാക്കി മോരുകറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ രാവിലെ പറിച്ച തക്കാളിക്ക് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയേക്കുന്നത്. ചേട്ടായി ആണെങ്കിൽ അധികം മിണ്ടത്തില്ല, പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. ചേച്ചിയെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. എനിക്കറിയില്ല ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ സംസാരിച്ചോന്ന് എനിക്കറിയില്ല. ചേച്ചി ഹാപ്പി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഓക്കെ അല്ലേ? അപ്പൊ താങ്ക്സ് ചേച്ചി, താങ്ക് യു. ഈ ചോറ് ഞാനും താങ്ക് യു. ഒരു നേരം ഭക്ഷണം തന്നതിന് വലിയ സന്തോഷം. ഭക്ഷണം തരുന്നൊക്കെ ഒരു വലിയ കാര്യമാണോ? ഭക്ഷണം തരുന്നത് വലിയ കാര്യം, മനസ്സുണ്ടാവണത് എല്ലാവർക്കും തരാൻ പറ്റണ കാര്യമല്ല. മനസ്സിലായോ? ഞങ്ങൾ പലയിടത്ത് ഷൂട്ടിന് പോകുന്നവരാ, പല ടൈമിൽ പോകുന്നവരാ. ഒരു ഗ്ലാസ് വെള്ളം തരുന്ന പോലും ഞങ്ങളെ സംബന്ധിച്ച് അത് അവരുടെ മര്യാദയാണ്. നമുക്ക് കുടിക്കണ, ഞാൻ ആര് തന്നാലും വെള്ളം കുടിക്കും. കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഒരു ടൈമിൽ അവർ നമ്മളോട് കാണിക്കുന്നത്. ചിലവർ അതുപോലും ഇല്ല, പക്ഷെ എന്നാൽ അത് അവരുടെ മര്യാദകേടൊന്നല്ല, അതുണ്ടാവുന്ന ഒരു മനസ്സുണ്ട്. ശീലത്തിന്റെ ഒക്കെ ആയിരിക്കും. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവർ തരാത്ത മോശമാണ്. അല്ല. അത്രേ ഉള്ളൂ. അപ്പൊ ചേച്ചി താങ്ക് യു. ഓക്കെ.